ശ്രീ ജോസ്മോൻ, നേരത്തെ ഡിഫൻസ് PRO ശ്രീ കമഡർ അതുൽപിള്ള പറഞ്ഞ കാര്യം താങ്കൾ കേട്ടു. അദ്ദേഹം പറയുന്നത് കപ്പൽ ഇപ്പോൾ ഒരു ചരിഞ്ഞ അവസ്ഥയിലാണ്, 15 ഡിഗ്രിയാണ് ചരിവ്. അതിൻ്റെ കൂടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു കുറിപ്പ്, ഒരു ഒഫീഷ്യൽ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. ദ വെസൽ റിമെയിൻസ് അഫ്ലോട്ട് ബട്ട് അൺമാൻഡ്. Fire is actively burning in the forward cargo holds bay numbers 2 and 3. And fire has spread aft towards the accommodation area since morning. There are no reports of water ingress or structural instability at this stage. However, the presence of approximately 2000 tons of fuel oil and 240 tons of diesel oil in tanks located adjacent to the fire zone increases the risk of escalation. ഇതിൻ്റെ അർത്ഥം എന്താണ് ശ്രീ ജോസ്മോൻ? ഇപ്പൊ നമുക്ക് ഇത് ഒരു 4250 4250 TU ഷിപ്പാണ്. അപ്പം അത്യാവശ്യം സൈസുള്ള ഷിപ്പാണ്. അപ്പൊ അതിന് ഓടാൻ വേണ്ട ഫ്യൂവല് 2000 ടണ്ണ് ഫ്യൂവലും പിന്നെ ഡീസൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇതിനകത്തുള്ള ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ തീ അണയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ഫ്യൂവല് കത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പൊട്ടിത്തെറിച്ച് കത്താനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാൾ ഉപരി ഇപ്പം കത്തിയില്ല, തീപിടുത്തം കാരണം ഏതെങ്കിലും ഈ ഒരു ടാങ്ക് റപ്ചർ ആവുകയാണെങ്കിൽ ഈ ഓയിൽ ലീക്ക് ആയി കഴിഞ്ഞാലും വളരെ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതായത് 2000 ടൺ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, നല്ല ക്വാണ്ടിറ്റി ഫ്യൂലുണ്ട്. അഥവാ അത് ലീക്കായി കഴിഞ്ഞാൽ സർഫസിലൊക്കെ പോവുകയും അവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഓക്സിജനൊക്കെ കുറഞ്ഞ മീനുകളും കാര്യങ്ങളൊക്കെ ചത്തുപോകാനും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം മുൻവശത്താണ് ആദ്യം നേരത്തെ പറഞ്ഞതിനകത്ത് മുൻവശത്തും അക്കോമഡേഷന്റെ സൈഡിലുള്ള ഭാഗത്തൊക്കെ തീയുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും കപ്പലിന് ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ലെന്നാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. ഇത്ര നേരം കത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കപ്പലിന്റെ സ്റ്റീല് റപ്ചർ ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു 15 ഡിഗ്രി ചെരിഞ്ഞെന്നുള്ളത്. അപ്പൊ ആ ചെരിയാനുള്ള കാരണം കണ്ടെയ്നർ വെള്ളത്തിൽ പോയതുകൊണ്ട് മാത്രമാണോ, അതോ അല്ലെങ്കിൽ ഈ ഒരു എവിടെയെങ്കിലും ചെറിയൊരു ഹോളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളിപ്പം ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒരു സൈഡിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ക്യാപ്റ്റൻ, ഇപ്പൊ ഞാൻ പറയുന്നത് ഈ കപ്പലിനകത്ത് ആളുണ്ടെന്ന് കരുതുക, കപ്പലിന് തീ പിടിച്ചു, അത് കൺട്രോളിൽ തീപിടുത്തമാണെന്ന് കരുതുക. ഒരു ഫയർ ഫൈറ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ഈ വെള്ളം കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കാനുള്ള സംവിധാനം ഉണ്ടാവുമോ അതിനകത്ത് ആളുണ്ടെങ്കിൽ? കപ്പലിനുള്ളിൽ പോകുന്ന വെള്ളം നമുക്ക് ബിൽച്ച് പമ്പുകളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പമ്പ് ഔട്ട് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് കപ്പലിന് ആളുണ്ടെങ്കിൽ. ഓ യെസ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കപ്പലിൽ ആളില്ലാത്തത് കാരണം നമ്മുടെ ഫയർ ഫൈറ്റിങ്ങും ഒരുപക്ഷെ പൂർണ്ണാർത്ഥത്തിൽ അത് സാധ്യമാവില്ല. കാരണം ഈ പറയുന്ന വെള്ളമില്ലാണ്ട് അതിനകത്തോട്ട് പോയാൽ കപ്പൽ മുങ്ങാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്, അല്ലേ അത് നമുക്ക് എവിടെയെങ്കിലും വെള്ളം പോകാനുള്ള ഒരു അവിടെ ഹോള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടുന്ന് വെള്ളം അടിക്കുന്ന വെള്ളം അങ്ങനെ അകത്തോട്ട് പോകാനുള്ള ചാൻസസ് ഇല്ല. പക്ഷെ ഇത് ഇത്രയും മണിക്കൂറുകളോളം കത്തി നിൽക്കുന്നത് കൊണ്ട് എവിടെയെങ്കിലും സ്റ്റീല് ഫെയിലിയർ ആയി എവിടെയെങ്കിലും ഹോള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ അടിക്കുന്ന വെള്ളം അകത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്.